ചിക്കമംഗളൂരിൽ കാണാതായ 15-കാരി ശ്രീനന്ദിയുടെ മൃതദേഹം പുറത്തെടുക്കുന്നു. 1500 അടി താഴ്ചയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. 4 ദിവസം മുൻപ് വിനോദയാത്രയ്ക്കിടെയാണ് ശ്രീനന്ദിയെ കാണാതായത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇപ്പോഴും ശ്രീനന്ദിയുടെ മരണത്തിൽ ദുരൂഹത നീങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തുമ്പി മരണവുമായി ബന്ധപ്പെട്ട് ലഭിക്കണമെങ്കിൽ അതിൽ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് പുറത്തെടുത്തോ? എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പുറത്തെടുത്തു. ഇനി ചിക്കമംഗളൂരു ജില്ലാ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അത് നാളെ നടക്കൂ. വളരെ നിർണായകം ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയായിരിക്കും. പ്രധാനമായും കുടുംബം പറയുന്നത് ഈ മൃതദേഹത്തിന് വലിയ പഴക്കമില്ല എന്നാണ്. കാരണം ചൊവ്വാഴ്ച വൈകിട്ട് 5 കൂടിയാണ് ഇത്തരത്തിൽ കാണാനാവുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 4 ദിവസം കഴിഞ്ഞാണ് മൃതദേഹം കണ്ടെത്തുന്നത്. പക്ഷെ അത്രത്തോളം കുടുംബം പറയുന്നുണ്ട്. അതോടൊപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഈ കുട്ടി ഇത്തരത്തിൽ അപകടത്തിൽപ്പെടാൻ സാധ്യതയില്ല എന്നാണ് കുടുംബവും പറയുന്നത്. അങ്ങനെ വലിയ ദുരൂഹത ആരോപിച്ച സ്ഥിതിക്ക് ഇതൊരു വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്താനാണ് ഇപ്പോൾ കർണാടക പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ ആയിരിക്കും ചിക്കമംഗളൂർ ജില്ലാ ആശുപത്രിയിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. ഏതായാലും 1 മണിക്കൂറിലധികം ദൂരം ഈ ചിക്കമംഗളൂരു ആശുപത്രിയിലേക്ക് ഇപ്പോൾ ഇനി ഈ സംഭവം അപകടം നടന്ന ഈ മരണം നടന്ന സ്ഥലത്തു നിന്നും എത്താനുണ്ട്. ഒരു 8 മണിയോടുകൂടി മാത്രമേ ഈ ഒരു ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ നാളെ മാത്രമാണ് ഇനി പോസ്റ്റ്മോർട്ടം നടക്കുക. എന്തായാലും വലിയ തോതിലുള്ള ഒരു സങ്കട കാഴ്ച തന്നെയാണ് ചിക്കമംഗളൂരിൽ കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം വലിയൊരു സന്തോഷത്തിൽ ഒരു വിനോദയാത്ര സംഘമായി എത്തുന്നു, കുടുംബത്തോടൊപ്പം എത്തുന്നു, 40ഓളം പേരുള്ള സംഘമായി എത്തുന്നു. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു മകളെ കാണാനാവാത്ത ഒരു സാഹചര്യം. പിന്നീട് വലിയ തെരച്ചിൽ, ഏറ്റവും ഒടുവിൽ ഇന്ന് നടത്തിയ സംയുക്ത തെരച്ചിലാണ് ഇങ്ങനെ 1500 അടിയോളം താഴ്ചയുള്ള ഈ കൊക്കയിൽ ശ്രീനന്ദിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. വലിയ തോതിൽ രാവിലെ ആരോപണം ഉയർന്നിരുന്നു, തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യത, അത്തരത്തിൽ ഒരു ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ ഒരു സ്ഥലം നേരത്തെ പരിശോധിച്ചതാണെന്നാണ് കുടുംബം പറയുന്നത്. ആ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയപ്പോൾ അങ്ങനെ മൃതദേഹം കണ്ടെത്താനോ അല്ലെങ്കിൽ ശ്രീനന്ദിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് വലിയ തോതിൽ തിരച്ചിൽ NDRF-ഉം അതുപോലെ തന്നെ ഫയർഫോഴ്സും പോലീസും ഒക്കെ സംയുക്തമായി ഡ്രോൺ ഉപയോഗിച്ചും മറ്റും തെരച്ചിലിനാണ് ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തിയത്. ഏതായാലും ഗുരുതരമായ ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാകാനുള്ള ഒരു സാധ്യത ഇവർ പറയുന്നുണ്ട്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതിൽ വ്യക്തത വരും. കാരണം എത്രത്തോളം പഴക്കമുണ്ട് ഈ മൃതദേഹത്തിന് എന്നത് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ മനസ്സിലാക്കും. അങ്ങനെയെങ്കിൽ നാളെ വൈകിട്ടോടുകൂടി പ്രാഥമികമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും. എന്നാൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി നാളെ ഉച്ചയോടുകൂടി തന്നെ മൃതദേഹം വിട്ട് നൽകാനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. കർണാടക മുഖ്യമന്ത്രി അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെ ഇന്ന് ഇടപെട്ടിരുന്നു. അതാണ് തെരച്ചിലിനൊരു വേഗത ഇന്ന് വന്നത്. കുടുംബം ഈ ആരോപണം രാവിലെ പോലീസിൽ പരാതിയായി തന്നെ നൽകിയിരുന്നു. തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത പ്രധാനമായും ഡോഗ് സ്ക്വാഡ്, അതായത് പോലീസ് നായ പണം പിടിച്ച് എത്തിയത് അവിടെയുള്ള ഒരു കടയുടെ ഷട്ടറിന് അരികിലാണ്. അങ്ങനെയെങ്കിൽ തട്ടിക്കൊണ്ടുപോയി അവിടെ എവിടെയെങ്കിലും പാർപ്പിച്ചിട്ടുണ്ടാവുന്നായിരുന്നു ആദ്യം പരാതി ഉന്നയിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കടയിലുള്ള ആളുകളെല്ലാം ചോദ്യം ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരം അന്വേഷണവും ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുക. മൃതദേഹത്തിന്റെ പഴക്കം, ഈ മറ്റെന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ എന്ന കാര്യം, അത്തരം കാര്യങ്ങളെല്ലാം പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാകും. എന്നാലും വലിയ സങ്കട കാഴ്ച തന്നെയാണ് ഈ ചിക്കമംഗളൂരിൽ കാണാൻ സാധിച്ചത്. നമ്മളും ഇപ്പോൾ ആ ചിക്കമംഗളൂരിൽ എത്തിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന സ്ഥലം ഇനിയും 1.5 മണിക്കൂർ ദൂരമാണ്. 7 മണിക്ക് ശേഷം ഇതിനകത്ത് കയറ്റി വിടാറില്ല സാധാരണ. അത്രത്തോളം ഈ ഒരു അപകടകരമായ ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഒറ്റപ്പെട്ടെടുക്കുന്ന സ്ഥലമാണ്. ഈ ലഹരി മാഫിയൊക്കെ ഉള്ള ഒരു സ്ഥലം എന്നാണ് ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും മൃതദേഹം ഈ ചിക്കമംഗളൂരു ജില്ലാ ആശുപത്രിയിലേക്ക് 8 മണിയോടുകൂടി എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KV ബൈജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.